Hello my dear champions, എല്ലാവർക്കും വേദാന്തുന്റെ മലയാളം ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് വളരെയധികം സ്പെഷ്യൽ ഡേ ആണ് മക്കളെ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിന്റെ കലാശക്കൊട്ട് ഇന്ന് നടത്തുകയാണ്. ടുഡേ ഈസ് ദ ലാസ്റ്റ് സെഷൻ ഓൺ കെമിക്കൽ കൈനറ്റിക്സ്. വളരെയധികം എനർജറ്റിക് ആയ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിംഗ് സെഷൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ്. കാര്യം എന്താ മക്കളെ? കാര്യം ഞാൻ ഈ ഡ്രൈവറിന്റെ കഥ പറഞ്ഞിട്ടില്ലേ, അതായത് വണ്ടിക്കാരന്റെ കഥ. നമുക്ക് വണ്ടി ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, കാർ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ കാർ ഓടിക്കണമെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായിട്ട് വേണം, അല്ലെ? തഴക്കം വരണം, ഇല്ലെങ്കിൽ ആരുടെയും നെഞ്ചത്ത് കയറും. അതേപോലെ തന്നെ മക്കളെ, തിയറി ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരും, പക്ഷെ അത് അപ്ലൈ ചെയ്യണമെങ്കിൽ, അത് എക്സാംസിൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് വരണമെങ്കിൽ, കറക്റ്റായിട്ട് സ്പീഡായിട്ട് വരണമെങ്കിൽ നിങ്ങൾ പ്രോബ്ലംസ് സോൾവ് ചെയ്തേ പറ്റൂ. And you do enough number of questions to become confident in that topic. ആ ടോപ്പിക്കിൽ കോൺഫിഡന്റ് ആവണ വരെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് ഈ സെഷൻ ഞാൻ ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നത്. വി ആർ ഡൂയിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ എന്നെ തന്നെ പരിചയപ്പെടുത്തി തരാം. ഞാൻ എല്ലാ ക്ലാസ്സിലും പരിചയപ്പെടുത്തുന്നുണ്ട്. എന്റെ പേര് സുദർശൻ. നാട്ടിൽ കൊച്ചിയിലാണ്. ഇത് പുതിയ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പഴയ പിള്ളേർക്ക് കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാതിരിക്കാം. നാട്ടിൽ കൊച്ചിയിലാണ് മക്കളെ, ആലുവയിലാണ് പഠിച്ചതൊക്കെ. പക്ഷെ കോളേജ് ചെയ്തത് ബിച്ച്പിലാനി, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജാണ് മക്കളെ. 2009-2010 നിങ്ങളെ പോലെ തന്നെ ഞാനും അന്ന് കിളക്കലായിരുന്നു. ഓക്കെ, പഠിത്തം തന്നെയായിരുന്നു മക്കളെ. സോ അത് കഴിഞ്ഞ് ടീച്ചിങ് ഫീൽഡിലേക്ക് എത്തി. എന്നെ കുറിച്ച് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മക്കളെ. സോ കാണാത്തവർ കാണുക. എന്നെ കുറിച്ച് അറിയാൻ വേണ്ടി മാത്രമല്ല, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് സെഷൻസ്, okay, theory sessions ഉണ്ട് മക്കളെ. it is extremely important that you watch that. it is extremely important that you watch that. ഇല്ലെങ്കിൽ നിങ്ങൾ തിയറി കംപ്ലീറ്റ് ആയിട്ട് മിസ്സാവും. ഓക്കെ, ഫൈൻ. 6th സെഷനും ഉണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ നടത്തിയ 6th സെഷനും ഉണ്ട് മക്കളെ. സോ 6 സെഷൻ ഓൾറെഡി നമ്മൾ കഴിഞ്ഞിരുന്നു മക്കളെ. 6 സെഷൻ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു ചാനലിൽ. സോ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു വാച്ച് ദാറ്റ്. Please make sure that you watch all the 6 sessions. It is extremely important. It is extremely important. എന്തുകൊണ്ടാ? കാര്യം എന്താ? നമ്മൾ ബേസിക്സ്, ഫണ്ടമെന്റൽസ് അവിടെ കവർ ചെയ്ത് കഴിഞ്ഞു മക്കളെ. ഓക്കെ, നമ്മൾ ഫണ്ടമെന്റൽസ് അവിടെ കവർ ചെയ്ത് കഴിഞ്ഞു മക്കളെ. ഓക്കെ, ഇറ്റ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ദാറ്റ് യു വാച്ച് ദാറ്റ്. അപ്പൊ ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക, തമ്മിലടിക്കാൻ പാടില്ല. ബിക്കോസ് വി ആർ എ ഫാമിലി, വി എയ്ന്റ് ഫ്രണ്ട്സ്, വി ആർ ഫാമിലി. അല്ലെ, നമ്മൾ ഒരുമിച്ചേ വളരുള്ളൂ. ഒരു കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെണ്ണില ചന്ദനക്കിണ്ണം കപ്പൽ, അല്ലെ? ആ കപ്പലിൽ ഞാനാണ് ക്യാപ്റ്റൻ, നിങ്ങൾ എൻ്റെ പിള്ളേരാണ്. വി ആർ എ ഫാമിലി. നമ്മൾ ഒരുമിച്ച് തുഴയുന്നു. കൂടുതൽ ആൾക്കാർ വന്നാൽ നമ്മൾ കൂടുതൽ ആൾക്കാരെ കയറ്റും, അല്ലെ? അപ്പൊ കൂടുതൽ ആൾക്കാരെ രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ തന്നെ കടമയാണ്. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സോ ദാറ്റ് വി ക്യാൻ ഗ്രോ ദിസ് ഫാമിലി, വി ക്യാൻ ബിക്കം ദ ബെസ്റ്റ് ഫാമിലി, റൈറ്റ്? അപ്പൊ നമുക്ക് കിടക്കാം മക്കളെ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇന്ന് മെയിൻലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് മുമ്പ് നമ്മൾ ഇന്നലെ ഇങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. K is equal to A e raised to minus EA by RT. അർഹീനിയസ് ഇക്വേഷൻ നമ്മൾ കണ്ടിരുന്നു മക്കളെ, അല്ലെ? അർഹീനിയസ് ഇക്വേഷൻ നമ്മൾ ഇന്നലെ കറക്റ്റ് ആയിട്ട് പഠിച്ചതാണ്. അർഹീനിയസ് ഇക്വേഷൻ, ദ ഇക്വേഷൻ കണക്ടിങ് റേറ്റ് കോൺസ്റ്റന്റ് ആൻഡ് ടെമ്പറേച്ചർ. ഞാനിത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു മക്കളെ. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇതേപോലെ തന്നെ കൊളീഷൻ തിയറി വെച്ചിട്ടൊരു ഇക്വേഷൻ തരും. നിങ്ങളുടെ സിലബസിൽ അതിനോടനുബന്ധിച്ച് കുറെ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, പക്ഷെ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് വരാം. പ്രോബ്ലംസ് മെയിൻലി ഇതായിരിക്കും വരുന്നത്, ന്യൂമറിക്കൽസ്, അർഹീനിയസ് ഇക്വേഷൻ. പക്ഷെ കൊളീഷൻ തിയറി വെച്ചിട്ട് സയന്റിസ്റ്റുകൾ ഓക്കെ ഒരു വെരി സിമിലർ ഇക്വേഷൻ ഫോം ചെയ്തിരുന്നു. വെരി സിമിലർ ഇക്വേഷൻ. ഇത് അർഹീനിയസ് ഇക്വേഷൻ. ഓക്കെ, കൊളീഷൻ തിയറി വെച്ചിട്ട് മക്കളെ, ഫ്രം കൊളീഷൻ തിയറി
they developed another equation. അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ rate of a reaction is equal to Z into P into E raised to minus EA by RT. ഇതിൽ Z എന്ന് ഉദ്ദേശിക്കുന്നത് Z is nothing but collision frequency. Okay, collision frequency എന്താ? collision frequency എന്താ? number of collisions per unit volume per second. P എന്താ മക്കളെ? steric factor. E raised to minus EA by RT എന്താ? E raised to minus EA by RT എന്താ? E raised to minus EA by RT is number of molecules with energy greater than or equal to activation energy. അപ്പൊ Z into P into E raised to minus EA by RT അവര് റേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചല്ല, ദാറ്റ് വാസ് ദെയർ ഡിസ്കവറി. ഇതിന്റെ രണ്ടിന്റെയും ഒരു വ്യത്യാസമുള്ളൂ. അർഹീനിയസ് ഇക്വേഷൻ റേറ്റ് കോൺസ്റ്റന്റിനെയാണ് കണക്ട് ചെയ്യണത്. കൊളീഷൻ തിയറി എന്നുള്ള ഇക്വേഷൻ നേരെ റേറ്റ് ഇസ് ഈക്വൽ ടു Z P E raised to minus EA by RT. ഞാൻ വെറുതെ ഒരു സിമ്പിൾ എക്സാമ്പിൾ തരാം. നമുക്കിപ്പോ കൊളീഷൻ ഫ്രീക്വൻസിയുടെ ഡെഫിനേഷൻ നോക്കാം. കൊളീഷൻ ഫ്രീക്വൻസി is number of collisions per unit volume per second. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ ഫൈൻ, 10⁵ ആണ് കൊളീഷൻ ഫ്രീക്വൻസി. അതായത് 10⁵ കൊളീഷൻസ് നടക്കുന്നുണ്ട്. എന്ത്? ഒരു യൂണിറ്റ് വോളിയം ഒരു യൂണിറ്റ് സെക്കൻഡിൽ, അതായത് പെർ സെക്കൻഡിൽ 10⁵ കൊളീഷൻസ്. ഈ 10⁵ കൊളീഷൻസും ഇഫക്റ്റീവ് ആണോ? അല്ല. കാര്യം ഇഫക്റ്റീവ് ആണെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഓറിയന്റേഷൻ ഫാക്ടർ ഉണ്ട്, എനർജി ബാരിയർ ഉണ്ട്. ഓറിയന്റേഷൻ കറക്റ്റ് ആയിരിക്കണം, എനർജിയും കറക്റ്റ് ആയിരിക്കണം. ആ രണ്ട് ഫാക്ടറിനെയാണ് പിയും ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടിയും കണക്കിലെടുക്കുന്നത്. അതായത് പി എന്ന് പറയുന്നത് സ്റ്റെറിക് ഫാക്ടർ ആണ്. സ്റ്റെറിക് ഫാക്ടർ ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദി ഓറിയന്റേഷൻ. അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം പി ഇസ് നത്തിങ് ബട്ട് fraction of those collisions with the correct orientation. അതായത് 10⁵ ഞാനിപ്പോ P equal to 1/3 ആന്ന് വിചാരിക്കുക. ഫ്രാക്ഷൻ അല്ലേ, P is 1/3 ആന്ന് വിചാരിക്കുക. അതായത് 10⁵ കൊളീഷൻസില് 1/3 of that has correct orientation. അപ്പൊ 10⁵ into 1/3. പിന്നെയുള്ളത് വേറൊരു ഫ്രാക്ഷൻ ആണ്, E raised to minus EA by RT. അത് വേറൊരു ഫ്രാക്ഷൻ. The number of collisions with right energy. അപ്പൊ അതും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ, ഫോർ എക്സാമ്പിൾ അത് നമ്മൾ 1/4 ആന്ന് വിചാരിക്കുക. അതും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റേറ്റിന്റെ ഒരു ഐഡിയ കിട്ടില്ലേ? അതായത് നമ്പർ ഓഫ് ഇഫക്റ്റീവ് കൊളീഷൻസ് ഹാപ്പനിങ് പെർ യൂണിറ്റ് വോളിയം പെർ യൂണിറ്റ് ടൈം ആയിരിക്കില്ലേ റേറ്റ്? Effective collisions 10⁵ number of collisions, total number of collisions, collision frequency happening per unit time per unit volume. P എന്ന് പറയുന്നത് fraction of that collisions which has right orientation. 1/4 എന്ന് പറയുന്നത് fraction of molecules having energy greater than or equal to activation energy. അപ്പൊ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റേറ്റിന്റെ ഒരു ഐഡിയ കിട്ടും. ഇതാണ് ലോജിക്. മനസ്സിലായോ മക്കളെ? സോ ദിസ് ഇക്വേഷൻ ഓൾസോ ജസ്റ്റ് കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. ഇതും നിങ്ങളുടെ മനസ്സിലൊന്ന് വെക്കണം മക്കളെ, ദിസ് ഇക്വേഷൻ ഓൾസോ. കാര്യം ഇതിൽ നിന്ന് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസേ വരുള്ളൂ. നിങ്ങൾ രണ്ടിന്റെയും വ്യത്യാസം മനസ്സിലാക്കണം. ഇത് അർഹീനിയസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് റേറ്റ് കോൺസ്റ്റന്റ് ഡിപെൻഡൻസി ഓൺ ടെമ്പറേച്ചർ. ഹൗ റേറ്റ് കോൺസ്റ്റന്റ് ഇസ് ഡിപെൻഡന്റ് ഓൺ ടെമ്പറേച്ചർ.
ഇവിടെ വരുന്നത് റേറ്റ് ഇസ് ഈക്വൽ ടു ZP(e⁻ ആണ്. കൊളീഷൻ ഫ്രീക്വൻസി ഇസ് എ നമ്പർ ഓഫ് കൊളീഷൻസ്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് is a term which is directly proportional to concentration. കോൺസെൻട്രേഷൻ കൂട്ടുന്തോറും കൊളീഷൻ ഫ്രീക്വൻസി കൂടും അല്ലേ? നിങ്ങൾ ഒരു റൂമില് 5 പേരെ കയറ്റിയാൽ അവർ തമ്മിൽ തട്ടി നിൽക്കും. 10 പേരെ കയറ്റിയാൽ കൂടുതൽ തട്ടല് നടക്കും അല്ലേ? അപ്പൊ കോൺസെൻട്രേഷൻ കൂട്ടുന്തോറും കൊളീഷൻ കൂടുന്നു, കൊളീഷൻ കൂടുന്തോറും റേറ്റ് കൂടുന്നു. ഓബ്വിയസ്ലി അല്ലേ? യെസ് ഓർ നോ? So keep this in your mind, all my dear champions. It's very important. ഇനി ആണ് നമ്മൾ മാലപ്പടക്കം തുടങ്ങാൻ പോകുന്നത്. എന്ത്? ക്വസ്റ്റ്യൻസിന്റെ. സോ എവ്രിവൺ ലുക്ക് ഓവർ ഹിയർ. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ടക്ക് എന്നായിരിക്കും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പോണത്. നമ്മൾ എല്ലാ ഫോർമുലാസും ഉപയോഗിച്ചിട്ടുള്ള ഒരു വൈഡ് റേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് പിക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഹാസ് എവ്രിതിങ്. നമ്മൾ പഠിച്ചതിന്റെ എല്ലാ ഫോർമുലാസും യൂസ് ചെയ്തിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് പ്രീവിയസ് ഇയർ. ഓക്കെ, അപ്പൊ എല്ലാം നമുക്ക് ചെയ്യാം മക്കളെ. ഗെറ്റ് റെഡി. ഞാൻ പറഞ്ഞ പോലെ പായസം നിങ്ങൾ ആദ്യം ഉണ്ടാക്കാൻ നോക്കുക. എന്നെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കരുത്, ഞാൻ ഉണ്ടാക്കി തരാം. പായസം എന്ന് ഉദ്ദേശിച്ചത് പുതിയ കുട്ടികൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്രാഫ് കാണുമ്പോൾ തന്നെ എനിക്കറിയാം കുറച്ച് പേരെങ്കിലും പൊളിച്ചിരിക്കുന്നുണ്ടാവും അല്ലേ? എല്ലാരും നോക്കുക മക്കളെ. The given graph is a representation of kinetics of a reaction. The y and x axis for 0 and first order reactions respectively are. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. y axis, x axis എന്നിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ തന്നിട്ടുണ്ട്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണിത്. അവർ ചോദിക്കണത് ഈ y ആക്സിസും x ആക്സിസും ഫോർ 0 and first order reaction respectively are. Y axis എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു, x axis എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു, അതാണ് ചോദ്യം. നീറ്റ് 2022 ക്വസ്റ്റ്യൻ ആണ്, ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ നോക്കാം. അതായത് y ആക്സിസും x ആക്സിസും 0 ഓർഡറിനെ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു, ഫസ്റ്റ് ഓർഡറിനെ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു, അതാണ് ചോദ്യം. 0 ഓർഡറിനെ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു, ഫസ്റ്റ് ഓർഡറിനെ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു. നമുക്ക് നോക്കാം ഓപ്ഷൻ എ. 0 ഓർഡറിനെ പറയുന്നത് y ഈക്വൽ ടു കോൺസെൻട്രേഷൻ ആൻഡ് x ഇസ് ഈക്വൽ ടു ടൈം. y ഈക്വൽ ടു കോൺസെൻട്രേഷൻ. മക്കളെ 0 ഓർഡർ ആയാലും ഫസ്റ്റ് ഓർഡർ ആയാലും കോൺസെൻട്രേഷൻ എങ്ങനെയാ കോൺസ്റ്റന്റ് ആവണത് മക്കളെ? കോൺസെൻട്രേഷൻ എങ്ങനെയാ കോൺസ്റ്റന്റ് ആവണത്? കോൺസെൻട്രേഷൻ മാറിക്കൊണ്ടിരിക്കില്ലേ? ഒബ്വിയസ്ലി അത് തെറ്റല്ലേ മക്കളെ? ടൈം പോകും തോറും അവര് പറയുന്നത് x ആക്സിസ് ടൈം ആണ്, y ആക്സിസ് കോൺസെൻട്രേഷൻ ആണെന്നാണ്. അത് നടക്കില്ല. കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആവാൻ വഴിയൊന്നുമില്ല. ഒബ്വിയസ്ലി ദാറ്റ് ഇസ് നോട്ട് കറക്റ്റ്. അപ്പൊ ഓപ്ഷൻ എ എന്തായാലും തെറ്റാണ്. ഓപ്ഷൻ ബി നോക്കാം. 0 ഓർഡർ y is equal to concentration and x is equal to time. Again, y equal to concentration and x is equal to time. y is equal to concentration and x is equal to time. ഇത് തന്നെയാണ് മക്കളെ. അതെങ്ങനെ നടക്കും? ഞാൻ പറഞ്ഞില്ല, കോൺസെൻട്രേഷൻ സെയിം ആവണത് എങ്ങനെയാണ്? കോൺസെൻട്രേഷൻ മാറിക്കൊണ്ടേയിരിക്കും. അതിപ്പോ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആയാലും പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ആയാലും. ഇത് ഇക്വിലിബ്രിയം ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇക്വിലിബ്രിയം ആണെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ്സ് കോൺസ്റ്റന്റ് അല്ലേ? റിയാക്ഷന്റെ കോൺസെൻട്രേഷൻ സമയം കൂടുന്തോറും മാറിക്കൊണ്ടിരിക്കും, റിയാക്ടന്റിന്റെ ആയാലും പ്രോഡക്റ്റിന്റെ ആയാലും. ഒബ്വിയസ്ലി ദിസ് ഇസ് ഓൾസോ റോങ്. തേർഡ് വൺ നോക്കാം. 0 ഓർഡർ y is equal to rate and x is equal to concentration. നമുക്കറിയാം ഇങ്ങനെ ഒരു റിയാക്ഷൻ A giving you B 0 ഓർഡർ ആണെങ്കിൽ അതിന്റെ റേറ്റിനെ നമുക്ക് R is equal to K A raised to 0 എന്ന് എഴുതാം. That means that is equal to K. It does not depend on concentration. Rate is a constant. അതായത് കോൺസെൻട്രേഷൻ മാറും തോറും, ഇത് കോൺസെൻട്രേഷൻ ആണെന്ന് വെക്കുക, y rate ആണെന്ന് വെക്കുക, it will be a horizontal line. Rate will be a constant for a 0 order reaction. Absolutely, that's correct. നമ്മൾ സെക്കൻഡ് നോക്കാം. ഫസ്റ്റ് ഓർഡറിൽ y is equal to t half and x is equal to concentration. y is equal to t half and x is equal to concentration. നമുക്കറിയാം for a first order reaction t half is equal to എന്താ മക്കളെ? t half is equal to
0.693 by k. T half is equal to 0.693 by k. That is a constant മക്കളെ. അതായത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ y ഈക്വൽ ടു ടി ഹാഫ്. ഇവിടെ y ടി ഹാഫിനെ പ്ലോട്ട് ചെയ്യാണ്. x is equal to കോൺസെൻട്രേഷൻ ആണ്. ഈ കോൺസെൻട്രേഷൻ മാറിക്കൊണ്ടിരുന്നാലും ടി ഹാഫ് മാറില്ല ഫസ്റ്റ് ഓർഡറിൽ. അപ്പൊ അതും കറക്റ്റ് ആണ്. ദാറ്റ് ഗ്രാഫ് ഇസ് ഓൾസോ കറക്റ്റ്. ഈ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് ഇവിടെ ടി ഹാഫ് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ കോൺസെൻട്രേഷൻ കൊടുക്കുകയാണെങ്കിൽ ടി ഹാഫ് കൊടുക്കുകയാണ്, കോൺസെൻട്രേഷൻ കൊടുക്കുകയാണെങ്കിൽ ബി ഹൊറിസോണ്ടൽ ലൈൻ. കാര്യം ടി ഹാഫ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇസ് കോൺസ്റ്റന്റ്. ഡൺ. ദിസ് ഇസ് ദി ആൻസർ. നമുക്ക് ഓപ്ഷൻ ഡി നോക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ശരി മാത്രം പഠിച്ചാൽ പോരാ, തെറ്റുകൾ എന്താണെന്ന് അറിയണം അല്ലേ? ശരി മാത്രം പഠിച്ചാൽ പോരാ, തെറ്റുകൾ എന്താണെന്ന് അറിയാം. സീറോ ഓർഡർ റിയാക്ഷൻ y is equal to rate and x is equal to concentration. y equal to rate, x equal to concentration. ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ ഫസ്റ്റ് ഓർഡർ y equal to rate and x is equal to t half. y equal to rate and x equal to t half. അതായത് അവര് പറയണത് ടി ഹാഫ് മാറിക്കൊണ്ടേയിരിക്കുന്നു, എക്സ് മാറിക്കൊണ്ടേയിരിക്കുന്നു, റേറ്റ് കോൺസ്റ്റന്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അത് അപ്പാടെ തെറ്റാണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് ടി ഹാഫ് മാറാൻ പറ്റില്ല മക്കളെ. ടി ഹാഫ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു ടി ഹാഫ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ തെറ്റാണ്. ബിക്കോസ് ടി ഹാഫ് കൻ നോട്ട് ചേഞ്ച്. പിന്നെ റേറ്റും മാറിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് എന്താണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് അല്ലെ? കോൺസെൻട്രേഷൻ മാറുന്നു, കോൺസെൻട്രേഷൻ എന്തായാലും മാറും, റേറ്റും മാറും. അപ്പോൾ y ഈക്വൽ ടു റേറ്റ് എന്നുള്ളതും തെറ്റാണ്. കാരണം റേറ്റ് കോൺസ്റ്റന്റ് ആവാൻ പറ്റില്ല. സോ ഒബ്വിയസ്ലി ദി ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് സി. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. നമുക്ക് നെക്സ്റ്റ് വണ്ണിലേക്ക് ചാടാം മക്കളെ. ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ A giving you products, initial concentration of A is 0.1. Okay സാറേ. Which becomes 0.001 molar after 5 minutes. Rate constant for the reaction in minute raised to -1 is. In minute raised to -1 is. ഇതെങ്ങനെയാ ചെയ്യാ മക്കളെ? ഇതെങ്ങനെയാ ചെയ്യാ? For a first order reaction A giving you products, initial concentration blah blah blah. After 5 minutes rate constant for the reaction is. മക്കളെ വളരെ സിമ്പിൾ ആണ്. എല്ലാവരും ഒന്ന് നോക്കുക. പായസത്തിന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ, പോസ് അടിച്ചിട്ട് നിങ്ങൾ തന്നെ ചെയ്യാൻ നോക്കുക. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ തന്നെ ചെയ്യാൻ നോക്കുക മക്കളെ, പോസ് അടിച്ചിട്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ തന്നെ ചെയ്യാൻ നോക്കണം. All of you guys should try to do it on your own. All of you guys should try to do it on your own. Okay? അപ്പൊ ഇതെങ്ങനെയാണ് നോക്കുക മക്കളെ. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എ തന്നിട്ടുണ്ട്. ഓക്കെ, എ നോട്ട് തന്നിട്ടുണ്ട്. എ നോട്ട് ഇസ് ഈക്വൽ ടു 0.1. ഓക്കെ, എ നോട്ട് ഇസ് ഈക്വൽ ടു 0.1 മക്കളെ. പിന്നെ എന്താണ്? എ ടി ഇസ് ഈക്വൽ ടു 0.001. നമുക്കറിയാം റേറ്റ് കോൺസ്റ്റന്റ് ഇക്വേഷൻ is 2.303 by t into log of a naught by at അല്ലേ? 2.303 by t എത്രയാ? t എത്രയാ? 5 into log of എത്രയാ മക്കളെ? log of 0.1 divided by 0.001 അല്ല മക്കളെ? അപ്പൊ ഇതെത്രയാവും? This will be equal to 2.303 by 5 log of 0.1 divided by 0.001 എത്രയാ മക്കളെ? That is equal to 100 അല്ലേ? That is equal to 100. 100നെ നമുക്ക് 10 power 2 എന്ന് എഴുതാം. 0.1 എന്ന് വെച്ചാൽ 1/10. 0.001 എന്ന് വെച്ചാൽ എത്രയാ? 1/1000. അപ്പൊ നേരെ 1000/10 ആവും. 10⁻² ആവും. This can be written as 2.303 by 5 into 2 log of 10. അത് നമ്മൾ ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തു. You know that log of a raised to b is equal to b log a. Okay? Log of a raised to b is equal to b log a. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ പ്രോപ്പർട്ടി. ഓക്കെ, ആ പ്രോപ്പർട്ടി ഇവിടെ യൂസ് ചെയ്തു. Now what is logarithm of 10? Logarithm of 10 is equal to 1. ഇതറിയാത്തവർ ദയവായി ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കുക. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Logarithm of 10 is equal to 1. Logarithm of 2 is equal to 0.3. Logarithm of 3 is equal to 0.477.
ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ലോഗരിതം വാല്യൂസ് ആണ്, നിങ്ങൾക്ക് പഠിച്ചേ പറ്റൂ. ഓക്കെ, so that will be equal to 2.303 by 5 into 2. അപ്പൊ that is equal to എത്ര വരും മക്കളെ? 4.6.92 വരുമായിരിക്കും അല്ലേ? 4.6 divided by 5 ആണ് വരുന്നത്. ഐ തിങ്ക് ഇറ്റ് വിൽ ബി 0.92 ആണ് വരിക അല്ലേ? ഒരു മനക്കണക്കാണ്. 0.92 will be the answer. Yes, 0.92 is the answer. Okay മക്കളെ, simple formula, വളരെ easy question. Let's move on to the next one. An increase in the concentration of the reactants of a reaction leads to the change in an increase in the ഞാൻ ഇപ്പൊ പഠിപ്പിച്ചോളൂ. An increase in the concentration of the reactants of a reaction leads to a change in 4 മാർക്ക് ഷടേന്ന് പറഞ്ഞു കിട്ടും. Leads to a change in concentration of the reactants. Heat of the reaction? No. Heat of the reaction എന്ന് വെച്ചാൽ enthalpy. Enthalpyക്ക് ഒരു മാറ്റമൊന്നും വരുന്നില്ല. Enthalpy of a reaction has nothing to do with all this. Okay. Threshold energy മാറില്ല. കാര്യം threshold energy depends only on temperature. Threshold energy depends only on temperature. Collision frequency ഞാൻ പറഞ്ഞു തന്നില്ലേ മക്കളെ? Collision frequency is the answer. Collision frequency is the answer. അല്ല മക്കളെ? അല്ലേ? Because I already told you, ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നുള്ളൂ, collision frequency is directly proportional to concentration. മറ്റേ 5 പേരെ റൂമിൽ തള്ളിയിടുക, 10 പേരെ റൂമിൽ തള്ളിയിടുക. അതെ, 10 പേരെ റൂമിൽ തള്ളിയിടുമ്പോൾ കൂടുതൽ ഇടി ഉണ്ടാവും അല്ലേ? ഫൈൻ. സോ collision frequency is the answer. ടക്ക് എന്ന് പറഞ്ഞ 2020 നീറ്റിലെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഷടപടേ 4 മാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര റാങ്ക് ആയെന്ന് അറിയോ മക്കളെ? ഇറ്റ്സ് എ ലോട്ട്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. Let's move on to the next one. അയ്യോ, എനിക്കൊന്ന് നിങ്ങളൊക്കെ ആൻസർ കണ്ടു തോന്നുന്നു, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. For a reaction, activation energy EA is equal to 0. For a reaction, activation energy EA is equal to 0. And the rate constant at 200 Kelvin is 1.6 into 10 power 6 second raised to minus 1. Okay? The rate constant at 400 Kelvin will be, the rate constant at 400 Kelvin will be, വളരെ സിമ്പിൾ ആണ് മക്കളെ, വളരെ അധികം സിമ്പിൾ ആണ്. Which equation will you use over here? ഈ ഇക്വേഷൻ എല്ലാവരും പോസ് അടിച്ച് സ്വയം ചെയ്യാൻ നോക്കുക മക്കളെ. നമ്മൾ ഇന്നലെ പഠിച്ച ഇക്വേഷൻ ആണ്, the logarithm form of Arrhenius equation. അതായത് log k2 log k1 എഴുതുക, എന്നിട്ട് അത് രണ്ടും സബ്ട്രാക്ട് ചെയ്യുക മക്കളെ. Remember that final equation that we got. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? Log of k2 by k1 is equal to EA by 2.303 R into 1 by T1 minus 1 by T2. Log of k2 by k1 is equal to EA by 2.303 R into 1 by T1 minus 1 by T2. ഇവിടെ നമുക്ക് EA 0 എന്ന് തന്നിട്ടുണ്ട്. EA 0 എന്ന് വരുമ്പോൾ നമ്മൾ കൂടുതൽ മഹാഭാരതം ഒന്നും എഴുതാൻ നിൽക്കണ്ട. Log of k2 by k1 is equal to 0 എന്ന് കിട്ടും. If log of k2 by k1 is equal to 0, log of k2 by k1 is equal to 0 ആണെങ്കിൽ, log of k2 by k1 is equal to 0 ആണെങ്കിൽ, understand k2 by k1 should be equal to 1, because if log of a number is equal to 0, that number has to be 1. Got it? So k2 by k1 is equal to 1. k2 will be equal to k1. ഇവിടെ k2 എന്താ? k400. k1 എന്താ? k200. അത് തന്നെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? വളരെ സിമ്പിൾ ആണ് മക്കളെ. ഇറ്റ്സ് വെരി ഈസി. നെക്സ്റ്റ്, for the chemical reaction N2 plus 3H2 giving you 2NH3, the correct option is, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് മക്കളെ. We know AA plus BB giving you CC. ഗായ്സ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. ഞാൻ ചിലപ്പോൾ ചാടി കയറി സോൾവ് ചെയ്യാൻ തോന്നുന്നു, എനിക്ക് ആർത്തിയാണ് സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, നിങ്ങൾ ഒന്ന് പോസ് ചെയ്ത് സ്വയം ട്രൈ ചെയ്ത് നോക്കണം. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സ്വയം ട്രൈ ചെയ്യാൻ നോക്കുക, പായസം സ്വയം ഉണ്ടാക്കാൻ നോക്കുക. പ്ലസ് DD, ഇവിടെ നമുക്കറിയാം റേറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് മൈനസ് dA by A dt, which is equal to minus dB by B dt, which is equal to dC by C dt, which is equal to dD by
ഡി ഡി ടി. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് മക്കളെ, അത് തന്നെ ഇവിടെ യൂസ് ചെയ്യുക. സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് നൈട്രജൻ എത്രയാ? 1. ഹൈഡ്രജൻ എത്രയാ? 3. സോ ബേസിക്കലി നമുക്കറിയാം റേറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് -dN2 ബൈ ഡി ടി. കാര്യം സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് എ എന്നുള്ളത് ഇവിടെ 1 ആണ്, സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 ആണ്. സോ ഡിവൈഡഡ് ബൈ 1 dt, that is equal to minus dH2 by 3 dt. കാര്യം എന്താ? സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് 3 ആണ് അവിടെ. that is equal to dNH3 by 2 dt by 2 dt. ഇനി നമ്മൾ നോക്കുക, ഇതിൽ ഏതായിരിക്കും കറക്റ്റ് മക്കളെ? സി അല്ലേ കറക്റ്റ്? -dN2 by dt -dN2 by dt is equal to half dNH3 by d. അല്ല, സിമ്പിൾ, വളരെ സിമ്പിൾ. 4 മാർക്ക്. ഷടപടേ നീറ്റ് 2019. പുരിയുതാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A first order reaction has a rate constant of 2.303 into 10 power minus 3 second raised to -1. Okay, sir. The time required for 40 grams of this reaction to reduce to 10 grams. 40 grams of the reaction to reduce to 10 grams will be. ഇത് എങ്ങനെ ചെയ്യാം നമുക്ക്? പോസ് അടിക്കുക, സ്വയം ചെയ്യാൻ നോക്കുക. ഞാൻ വളരെ ഒരു സിമ്പിൾ ടെക്നീക്ക് പറഞ്ഞുതരാം മക്കളെ. ഇത് 40 grams 20 grams ആവണമെങ്കിൽ ഒരു ടീ ഹാഫ് എടുക്കും. 20 grams 10 grams ആവണമെങ്കിൽ വേറൊരു ടീ ഹാഫ് എടുക്കും. സോ ബേസിക്കലി 2 ടീ ഹാഫ് ആണ് ആൻസർ. ആൻഡ് യു നോ ദാറ്റ് ടീ ഹാഫ് ഇസ് നത്തിങ് ബട്ട് 0.693 ബൈ റേറ്റ് കോൺസ്റ്റന്റ്. റേറ്റ് കോൺസ്റ്റന്റ് എത്രയാ തന്നിട്ടുണ്ടോ മക്കളെ? 2 into 0.693 ഡിവൈഡഡ് ബൈ 2.303 into 2.303 into 10 power minus 3. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും സാർ ഇത് എങ്ങനെ ഈ ഡിവിഷൻ പെട്ടെന്ന് ചെയ്യാം? ഈ 0.693 എന്ന് ഉദ്ദേശിക്കുന്നത് 0.693 is nothing but natural logarithm of 2. അത് നിങ്ങൾ മനസ്സിലാക്കണം. That is natural logarithm of 2. 2.303 into 10 power minus 3 താഴെ വരും. ഈ natural logarithm of 2 നമുക്ക് ഇങ്ങനെ എഴുതാം, 2.303 into log of 2, okay, divided by 2.303 into 10 power minus 3. 2.303 ഇവിടെ ക്യാൻസൽ ആയി പോകും, 2.303 ഇവിടെ ക്യാൻസൽ ആയി പോകും. log of 2 എത്രയാ? log of 2, logarithm to the base 10 of 2 എത്രയാ? 0.3. അപ്പൊ 2 into 0.3 0.6 വരും. 10 power minus 3 നേരെ മേളിലേക്ക് പോവും അല്ലേ? 2 into log 2.6 വരും. 10 power minus 3 നേരെ മേളിലേക്ക് പോവും. അപ്പൊ 0.6 into 10,000 വരും. That is equal to approximately equal to 600. ആൻസർ ആക്ച്വലി 602 ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാർ ഇവിടെ 602 സാറിന് എങ്ങനെ 600 കിട്ടിയത്? കാര്യം ഞാൻ LOG of 2 0.3 അപ്രോക്സിമേറ്റ് ചെയ്തു. 0.3 അല്ല, 0.3 കഴിഞ്ഞിട്ടും കുറച്ച് ഡെസിമൽ പ്ലേസസ് ഉണ്ട്. പക്ഷെ ഞാൻ 0.3 എന്ന് പറഞ്ഞ് അപ്രോക്സിമേറ്റ് ചെയ്തു. ഓക്കെ, അതുകൊണ്ടാണ് മക്കള്. ഫൈൻ, അതർവൈസ് യു വുഡ് ഹാവ് ഗോട്ടൺ ദി എക്സാക്ട് ആൻസർ. പക്ഷെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ദിസ് ഇസ് ദി ആൻസർ. ഓക്കെ, 602 ഇസ് ദി ആൻസർ. അപ്പോൾ അങ്ങനെയാണ് പാലാരിവട്ടം പാലം ഉണ്ടായത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനെ നമ്മൾ കില്ല് ചെയ്ത് കഴിഞ്ഞു. കില്ലിങ് എ ക്വസ്റ്റ്യൻ, നമുക്ക് ഹരം വേണം. അതായത് വി ഷുഡ് ബി ലൈക്ക് എ ഹണ്ടർ, വേട്ടക്കാരനെ പോലെ ആയിരിക്കണം അല്ലേ? അതെ മക്കളെ, എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്. എനിക്ക് കുറേ മെസ്സേജസ് ആസ് എ ടീച്ചർ, എനിക്ക് മാത്രമല്ല എല്ലാ ടീച്ചേഴ്സിനും മനുണ്ടാവും, സാറേ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതായത് ഞാൻ കുറേ ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ 2-3 മണിക്കൂർ ചിലപ്പോൾ എക്സ്ട്രാ കിടന്നുറങ്ങും, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഒഴിവാക്കാൻ വേണ്ടി മാത്രം എൻ്റെ മനസ്സിൽ കുറേ ചിന്തകൾ, അല്ലെങ്കിൽ ഗെയിം കളിക്കും. ഇതൊക്കെ എല്ലാ കുട്ടികളും, മിക്ക കുട്ടികളും ചെയ്യണതാണ്. പക്ഷെ നിങ്ങൾക്കൊക്കെ പറ്റണ ഒരു തെറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ മിസ്സായി പോണ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യു ആർ നോട്ട് ഫോളോയിങ് ഇൻ ലവ് വിത്ത് വാട്ട് യു ആർ ഡൂയിങ്. ഈ പ്രിപ്പറേഷനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് തുടങ്ങണം. അതിന് നിങ്ങൾ സ്വയം കോമ്പീറ്റ് ചെയ്യണം.
അപ്പുറത്തെ വീട്ടിലെ ചെക്കനെ വെച്ചല്ല കോമ്പീറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ തന്നെ ഇമ്പ്രൂവ്മെന്റ് കാണുക. അത് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നിങ്ങളിപ്പോൾ ജിമ്മിൽ പോയി തുടങ്ങുമ്പോഴും നിങ്ങളുടെ മാസ്റ്റർ പറയും, അൺലെസ് യു സീ ദ ഇംപ്രൂവ്മെന്റ് യു വോണ്ട് ബി മോട്ടിവേറ്റഡ്. അതിപ്പോൾ ഞാനും ജിമ്മിൽ പോയി തുടങ്ങുമ്പോൾ എൻ്റെ മാസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. ഇപ്പം ഞാൻ പോണില്ല, അത് വേറെ കാര്യം. മക്കളെ, അത് തന്നെയാണ് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും. വെൻ യു സീ ദ ഇംപ്രൂവ്മെന്റ് യു വിൽ സ്റ്റാർട്ട് ലവിങ് ഇറ്റ്. അപ്പൊ ആ ഇംപ്രൂവ്മെന്റ് ആവണം വരെയും നിങ്ങൾ ഇപ്പൊ ക്വസ്റ്റ്യൻ സോൾവിങ്ങിനായാലും മോക്ക് ടെസ്റ്റിന്റെ കോഴ്സിലായാലും ആ ഒരു ഇംപ്രൂവ്മെന്റ് കാണുന്ന വരെ നിങ്ങൾ എങ്ങനെയും കടിച്ചു തൂങ്ങി നിൽക്കുക. ആ ഇംപ്രൂവ്മെന്റ് വൺസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ആ എഞ്ചിൻ ഓടി തുടങ്ങും. ഓക്കെ മക്കളെ, അപ്പൊ യു വിൽ ഡെഫിനറ്റ്ലി റീച്ച് എ പോയിന്റ്. നിങ്ങളൊരു പോയിന്റ് എത്തും, ഈ പ്രിപ്പറേഷന് ഇഷ്ടപ്പെടുന്ന ഒരു പോയിന്റ് എത്തും. ആ പോയിന്റ് വരെ നിങ്ങൾ കടിച്ചു തൂങ്ങി നിൽക്കണം. യു ഷുഡ് ടേക്ക് എഫേർട്ട്. പിന്നെ വൺസ് ആ ഫ്ലോയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ യു വിൽ ഫോൾ. എനിക്ക് 2009, 2010 പ്രിപ്പറേഷനൊക്കെ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, തുടങ്ങുന്ന കാലഘട്ടത്തിൽ എനിക്ക് വളരെ മടിയായിരുന്നു. പക്ഷെ വൺസ് എൻ്റെ ചേട്ടനും ഈ പറഞ്ഞ പോലെ ബിറ്റ്സിൽ പഠിച്ചൊരു പുള്ളിയായിരുന്നു. അപ്പോൾ പുള്ളിയാണ് എന്നോട് ഈ ഐഡിയ പറഞ്ഞു തന്നത്. എല്ലാവർക്കും എല്ലാ കാര്യം തുടങ്ങുന്നതിന് മുമ്പും നമുക്കൊരു മടിയുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനായിരിക്കും കൂടുതൽ താല്പര്യം, ഒരു കംഫർട്ട് സോണിൽ നിൽക്കാനായിരിക്കും. പക്ഷെ നമ്മൾ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ഇതിലേക്ക് വന്ന് പതിയെ കടിച്ചു തൂങ്ങി നിൽക്കണം. അതായത് ചിലപ്പോൾ ആദ്യം ഒരു 5 ക്വസ്റ്റ്യൻ ഒരു ടോപ്പിക്കിൽ ചെയ്യണം, പിന്നെ പിറ്റേ ദിവസം തൊട്ട് അത് 6, 10, 20 അങ്ങനെ കൂട്ടി വന്ന് ഫൈനലി നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ എത്തുമ്പോൾ പിന്നെ യു വിൽ സ്റ്റാർട്ട് ലവിങ് ദ പ്രിപ്പറേഷൻ. നമ്മൾ ഇംപ്രൂവ്മെന്റ് കാണാൻ തുടങ്ങും. മോക്ക് ടെസ്റ്റിൽ നമ്മുടെ മാർക്ക് കൂടാൻ തുടങ്ങും, റാങ്കുകൾ കയറി വരാൻ തുടങ്ങും. അപ്പം നമുക്ക് ഹരം കൂട്ടും. എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട് ഈ പ്രിപ്പറേഷൻ ജേർണി എൻ്റെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ന്. കാരണം അത്രയ്ക്ക് രസമായിരുന്നു ഈ കോമ്പറ്റീഷൻ ജേർണി. കോമ്പറ്റീഷൻ എല്ലാവരും വിചാരിക്കും സാർ ഈ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ വേർഡ് ഒരു നെഗറ്റീവ് വേർഡൊന്നും അല്ല. ഇറ്റ് ബിൽഡ്സ് കറേജ് ഇൻ യു. ഇറ്റ് ബിൽഡ്സ് എന്താ പറയുക നേച്ചർ ടു പുഷ് യുവർ സെൽഫ് ഹാർഡർ. അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം വരുത്തും, ഒരു പെർസീവിയറൻസ് കൊണ്ടുവരും, ഡിസിപ്ലിൻ കൊണ്ടുവരും ഈ എക്സാമിനേഷൻ. അല്ലെ, ഹാർഡ് വർക്കിന്റെ ഫലം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഇതൊക്കെ ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും മക്കളെ. സോ fall in love with the preparation. Love what you do what you love. Okay. Next. For a first order gas phase reaction, ഇവിടെ A giving you 2B ആണ് ട്ടോ. A giving you 2B plus C. P0 B initial pressure of A and PT the total pressure at time T. Integrated rate equation. Guys, ഇതിനെ കുറിച്ച് ഒരു ക്ലാസ് തന്നെ ഞാൻ എടുത്തിരുന്നു. ഒരു ഫുൾ എൻറ്റയർ ക്ലാസ് ഇതിനെ കുറിച്ചായിരുന്നു. ഓക്കെ, എല്ലാവരും പോസ് ചെയ്ത് ചെയ്യാൻ നോക്കുക മക്കളെ. ഹൗ ടു ഡു ദിസ് ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കുക. സോ വി ഹാവ് A giving you 2B plus C. Okay, we know that it's a first order reaction. First order reaction ആയതുകൊണ്ട് എല്ലാവരും നോക്കുക. റേറ്റ് കോൺസ്റ്റന്റ് ഇക്വേഷൻ എന്തായിരിക്കും? റേറ്റ് കോൺസ്റ്റന്റ് is equal to 2.303 by T into log of P0 initial pressure of the reactant divided by final pressure of the reactant. ഞാൻ PA എന്ന് എഴുതാം. Divided by final pressure of the reactant. ആ PA ആണ് നമുക്ക് അവിടെ വേണ്ടത്. ഇവിടെ നമ്മൾ ഇനീഷ്യൽ പ്രഷർ P0 എടുക്കുകയാണ്, ഫൈനൽ പ്രഷർ P0 മൈനസ് P എടുക്കുകയാണ്. ഈ P0 മൈനസ് P ആണ് നമുക്ക് അവിടെ വേണ്ടത്. ഓക്കെ, പക്ഷെ അതിന് നമ്മൾ ഈ പീനെ മാറ്റിക്കളയാണ്. ഈ പീനെ വി ഷുഡ് ബി റൈറ്റിംഗ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് PT, ടോട്ടൽ പ്രഷർ. നോക്കാം നമുക്കത് പറ്റുമോ എന്നുള്ളത്. ഇവിടെ P0 മൈനസ് P എടുക്കുകയാണെങ്കിൽ ഇവിടെ 2P വരും, ബിയുടെ പ്രഷർ. സിയുടെ പ്രഷർ P എന്ന് വരും. അല്ല മക്കളെ, എങ്ങനെയാത്? നമ്മളത് ഓൾറെഡി കണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ പ്രാവശ്യം കണ്ടിട്ടുണ്ട് മക്കളെ. ഇവിടെ ഒറ്റ A പോകുമ്പോൾ 2 B ആണ് വരുന്നത്. ഒറ്റ A പോകുമ്പോൾ 2 B ആണ് വരുന്നത്. 2 B യും ഒറ്റ C യുമാണ് വരുന്നത്. അപ്പൊ ഇവിടുന്ന് P പോകുമ്പോൾ, P0 നിന്ന് P പോകുമ്പോൾ അവിടെ 2P പൊങ്ങും, ഇവിടെ P പൊങ്ങും. സോ ടോട്ടൽ പ്രഷർ എത്രയായി? മക്കളെ? ടോട്ടൽ പ്രഷർ എത്രയായി? PT is equal to P0 minus P plus 2P plus P. That is equal to P0 plus 2P.
അപ്പൊ പി എത്രയായി മക്കളെ? പി is equal to pt minus p0 by 2. ഇനി ഇവനെ കൊണ്ട് അവിടെ ചാമ്പ്. സോ ദിസ് ഇസ് നത്തിങ് ബട്ട്, എല്ലാരും നോക്കുക, 2.303 by t log of p0 by p0 minus p. ഞാൻ പറഞ്ഞില്ലേ ഈ പി എ എന്ന് ഉദ്ദേശിക്കുന്നത് p0 minus p ആണ്, ഫൈനൽ പ്രഷർ ഓഫ് റിയാക്ടന്റ്. ആ p we already got it, 2.303 by t log of p0 by p0 minus pt വരില്ലേ, അവിടെ pt വരില്ലേ മക്കളെ? pt minus p0 by 2. ഇനി LCM എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2 നേരെ മേളിലേക്ക് ചാമ്പും. സോ വി വിൽ ഗെറ്റ് 2p0 by 3p0 minus t. B ആയിരിക്കും ആൻസർ. B will be the answer, my dear students. ഇതിന്റെ കുറെ കെട്ടുകണക്കിന് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു സെഷൻ മൊത്തം ചെയ്തതാണ്. പുതിയ പിള്ളേരെ ദയവായി ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി സെഷൻ കഴിഞ്ഞിരുന്നു. ഓക്കെ, ഫൈൻ. നമുക്കിനി സോ ദിസ് ഇസ് എയിംസ് 2019. എയിംസ് 2019 എന്ന് പറഞ്ഞ ഈ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നമ്മളൊരു പകുതി മുക്കാലല്ല, ഓൾമോസ്റ്റ് ഓൾ ഒരു എൻറ്റയർ സെഷൻ എടുത്തിരുന്നു, പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു മക്കളെ. അപ്പോൾ നെക്സ്റ്റ്, find out the time required for 2/3 completion of a first order reaction if the value of the rate constant is 4.3 into 10 power minus 4. വളരെ സിമ്പിൾ. എയിംസിൽ 2019 വേറെ ക്വസ്റ്റ്യൻ. പാസ് മാടുങ്കോ, നിങ്ങളെ പണ്ണുങ്കോ ഫസ്റ്റ്. ഓക്കെ, then I'll try to do it. I'll definitely do it. എല്ലാരും നോക്കുക മക്കളെ. We know that time is equal to 2.303 by k. Okay, 2.303 by k log of a0 by 80. Okay, ഇതില് 80 എന്താണ്? 80 I will put it as a0 by 3. എന്തുകൊണ്ടാ? കാര്യം 2/3 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ എത്ര ബാക്കിയുണ്ട്? 1/3 ബാക്കിയുണ്ട്. 2/3 എടുത്ത് കളഞ്ഞാൽ 1/3 ബാക്കിയുണ്ട് മക്കളെ. 3 നിന്ന് 2 പോയാൽ 1 ബാക്കിയില്ലേ? അതേപോലെ a0 നിന്ന് 2/3 a0 പോയി, 1/3 a0 ബാക്കിയുണ്ട്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2.303 by k. k എത്രയാണ് മക്കളെ? if the value of the rate constant is 4.3 into 10 power minus 4. 4.3 into 10 power minus 4 into log of a0 by 3. ആ 3 മേളിലേക്ക് പോവും. You will get 2.303 divided by 4.3 into 10 power minus 4 into log of 3. log of 3യുടെ വാല്യൂ എത്രയാണ് നമുക്കറിയാം? 0.477. ഞാൻ പറഞ്ഞു അത് മനസ്സിൽ വെക്കാനായിട്ട്. log of 3 is equal to 0.477. Okay, my dear students. Yes or no? Fine. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ 0.477 അല്ലേ? 0.5 1/2 പോയി 10 power 4 2000 D ആയിരിക്കും. യെസ്, ഞാനൊരു മനക്കണക്കിൽ നോക്കിയതാട്ടോ. നിങ്ങളൊക്കെ അത് നോട്ടിൽ ചെയ്തിട്ട് നോക്കാം. ഞാൻ എൻ്റെ മൈൻഡ് കാൽക്കുലേഷനിൽ നോക്കിയതാണ്. D ആയിരിക്കും. ഞാൻ ബേസിക്കലി എന്താ ചെയ്തതെന്ന് വെച്ചാൽ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് log 3നെ ഞാൻ 0.5 എന്ന് എടുത്തു. 0.5 is nothing but 1/2. എന്നിട്ട് ആ 2ഉം ഈ 2.303 ക്യാൻസൽ ചെയ്തു. ഇതൊന്നും നിങ്ങൾ ശരിക്കും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഞാനത് ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 4.3 കിട്ടി. 10 power minus 4. 10 power minus 4 is 10 power 4 divided by 4.3. 4.3നെ ഞാൻ 4 എന്ന് എടുത്തു. അപ്പൊ ബേസിക്കലി 10,000 divided by 4 is 2,500. അപ്പൊ ഇതിൽ ഏത് ആൻസർ ആണ് 2,500 അടുത്ത് വരുന്നത്? ഇറ്റ്സ് ഡി. ഓക്കെ, ഇത് ഭയങ്കര അപ്രോക്സിമേഷൻ ചെയ്തിട്ടാണ് മക്കളെ, ബട്ട് സ്റ്റിൽ അതൊരു ഈസി വേ ടു
ഡു ഇറ്റ് ആണ്, ഒരു പെട്ടെന്ന് മെന്റൽ മാത്ത് ചെയ്യാനാണ് മക്കളെ. നമ്മൾ പെട്ടെന്ന് അപ്രോക്സിമേറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ മക്കളെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മൾ ഈ പഠിച്ച സെക്ഷൻസിൽ നിന്ന് തന്നെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. ടക്ക് കാര്യങ്ങൾ തീർക്കാൻ പറ്റും നിങ്ങൾക്ക് ഫോർമുലാസ് അറിയാമെങ്കിൽ. പക്ഷെ അത് എവിടെ ഇടണം എന്ന് അറിയണം. ഓക്കെ, നെക്സ്റ്റ്, when initial concentration of the reactant is doubled, the half-life period of a zero order reaction. Half-life period of a zero order reaction. മക്കളെ നമുക്കറിയാം half life for a zero order reaction. Zero order reaction ന്റെ half life ന്റെ ഫോർമുല എന്താ മക്കളെ? A0 by 2K. അപ്പൊ initial concentration of the reactant is doubled ആണെങ്കിൽ half life of the reaction is also doubled. B is the answer, my dear students. സൂപ്പർ സിമ്പിൾ. 4 മാർക്ക് നീറ്റ് 2018. ഈ ഫോർമുലാസ് ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ്, മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെക്കാനിസം ഓഫ് എ ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ x2 plus y2 giving you 2xy. Giving you 2xy is given below. മെക്കാനിസം. ഓക്കെ, ഇവിടെ മാത്രം ഇതൊരു പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുക, ബിക്കോസ് ഐ എം ഗോയിങ് ടു എക്സ്പ്ലെയിൻ ദിസ് ഇൻ എ വെരി ഡീറ്റെയിൽഡ് വേ. വളരെ ഡീറ്റെയിൽഡ് വേയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, ഇതിന്റെ മെക്കാനിസം തന്നിട്ടുണ്ട്. മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇതൊരു 3 സ്റ്റെപ്പ് പ്രോസസ് ആണെന്നാണ് ഇവർ പറയുന്നത്. ഫസ്റ്റ് പ്രോസസ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ x2 gives you x plus x, അതൊരു ഫാസ്റ്റ് സ്റ്റെപ്പാണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ x plus y2 giving you xy plus y, അതൊരു സ്ലോ സ്റ്റെപ്പാണ്. തേർഡില് x plus y giving you xy is the final step. അപ്പൊ ഈ 3 സ്റ്റെപ്പും ആഡ് ചെയ്യുമ്പോൾ, ഈ 3 സ്റ്റെപ്പ് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കൂ, ഈ 3 സ്റ്റെപ്പ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഇക്വേഷൻ കിട്ടും. x2 plus y2 ഇവിടെ വരും. ഈ എക്സും ഈ എക്സും ക്യാൻസൽ ആവും. this x and this x cancel, this x and this x cancels അല്ലെ. ഈ വൈയും ഈ വൈയും ക്യാൻസൽ ആവും. xy 2 xy കിട്ടും. So basically sum of the steps gives you the overall reaction. അവർ ചോദിച്ചേക്കുന്നത് the overall order of the reaction will be എന്നാണ്. എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയാനുള്ള ഒരു കാര്യം, rate of a complex reaction. This is very important. Rate of a complex reaction. Rate of a complex reaction is equal to rate of the slowest step. Is equal to rate of the slowest step. അതായത് rate of the complex reaction is equal to rate of the slowest step. That is what defines the rate of the complex reaction. Fast step പെട്ടെന്ന് കഴിയും മക്കളെ, പക്ഷെ ഒരു കോംപ്ലക്സ് റിയാക്ഷന്റെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ സ്ലോ സ്റ്റെപ്പിനെയാണ്. സോ ബേസിക്കലി ഇവിടുത്തെ സ്ലോ സ്റ്റെപ്പ് ഏതാ? ഇത്. ആൻഡ് യു നോ ദാറ്റ് ഈച്ച് step, my dear students, each step of a complex reaction is a single step reaction. എല്ലാ സ്റ്റെപ്പും is an elementary step. അപ്പൊ എലമെന്ററി സ്റ്റെപ്പിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എലമെന്ററി സ്റ്റെപ്പിന്റെ റേറ്റിനെ നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് ഇൻടു കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ്, കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻ ദ ഹോൾ റേസ് ടു സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് എഴുതാം. ഈ ഒരു സ്റ്റെപ്പ് എലമെന്ററി റിയാക്ഷൻ ആണ്. അതെ. അപ്പൊ ഈ ഒരു സ്റ്റെപ്പിന്റെ റേറ്റിനെ നമുക്ക് റേറ്റ് ഇസ് ഈക്വൽ ടു k ഇൻടു കോൺസെൻട്രേഷൻ ഓഫ് x ഇൻടു കോൺസെൻട്രേഷൻ ഓഫ് y2 എന്ന് എഴുതാം. ഒരു തെറ്റുമില്ല അതിനകത്ത്. അല്ല മക്കളെ ഫൈൻ. പക്ഷെ അപ്പൊ നിങ്ങൾ വിചാരിക്കും സാറേ അപ്പൊ ഓർഡർ എന്താണ്? 1+1 ആണോ സാറേ? കാര്യം എന്താ? റേറ്റ് ഓഫ് ദ കോംപ്ലക്സ് റിയാക്ഷൻ ഇത് തന്നെയാണ്. റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇസ് റേറ്റ് ഓഫ് ദ സ്ലോ സ്റ്റെപ്പ്, ദാറ്റ് ഇസ് ഈക്വൽ ടു ദിസ്. അപ്പൊ എല്ലാരും ചാടിക്കറി പറയും സാറേ അപ്പൊ ഓർഡർ ഇസ് ഈക്വൽ ടു 1+1 2. അത് പൊട്ടത്തെറ്റാണ്. കാര്യം എന്താണ്? ഇവിടെ ഞാൻ വേറൊരു പോയിന്റും കൂടി ആഡ് ചെയ്യാണ് മക്കളെ. റേറ്റ് ലോ ഷുഡ് നെവർ include intermediates. Rate law should never include intermediates. Rate law should never include intermediates. Intermediates വരാൻ പാടില്ല റേറ്റ് ലോയില്. അത് തെറ്റാണ്. അപ്പൊ നിങ്ങൾ പറയും സാറേ ഇതൊരു റേറ്റ് ലോ അല്ലേ?
ഇത് റേറ്റ് ലോ ആണ്, സ്ലോ സ്റ്റെപ്പിന്റെ. അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ ഇതല്ലേ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ? അതെ, ഇത് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ആണ്. പക്ഷേ ഇത് റേറ്റ് ലോ ഓഫ് ദ റിയാക്ഷൻ അല്ല. കാര്യം റേറ്റ് ലോ ഓഫ് ദ റിയാക്ഷൻ ഷുഡ് ബി ഓഫ് ദിസ് ഫോം. ഒരു റേറ്റ് കോൺസ്റ്റന്റ് കെ ഡാഷ് ഇൻറ്റു റിയാക്ടൻസ് ഇൻവോൾവ് ആയിരിക്കണം. റിയാക്ടൻസ് ഇൻവോൾവ് ആയിരിക്കണം. ഇവിടെ നമുക്കൊരു ഇന്റർമീഡിയറ്റ് വന്നിട്ടുണ്ട്, ഈ എക്സ്. ഈ എക്സിനെ നമുക്ക് എങ്ങനെയെങ്കിലും x2 y2 ടേംസിൽ എഴുതിയാൽ കാര്യം തീർന്നു. നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പില്ലേ, ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു ഇക്വിലിബ്രിയം സ്റ്റെപ്പായിട്ട് നമുക്ക് അസ്യൂം ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ വി ആർ അസ്യൂമിങ് ദാറ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് an equilibrium step, x plus x. അപ്പോൾ ഇക്വിലിബ്രിയം സ്റ്റെപ്സിന് എല്ലാം ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉണ്ടാവുമല്ലോ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണ് മക്കളെ? Equilibrium constant എന്താണ് മക്കളെ? Equilibrium constant of this is what? Concentration of x into concentration of x divided by concentration of x2 divided by concentration of x2. Okay, fine. So what is concentration of x over here? Concentration of x will be equal to equilibrium constant into concentration of x2 the whole raised to 1/2. കാര്യം x into x is x square. അപ്പൊ concentration of x is equal to equilibrium, ഇത് ഇങ്ങോട്ട് എടുത്തു, equilibrium constant into x2 the whole raised to 1/2. ഇതിനെ കൊണ്ട് അവിടെ ചാമ്പുക. So rate is equal to k into ഈ x ന് പകരം ഇത് എഴുതുക, k eq raised to 1/2 x2 raised to 1/2 into y2. ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണ് മക്കളെ. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് k dash into x2 raised to 1/2 into y2. അപ്പൊ എത്ര റേറ്റ് അല്ല, അപ്പൊ എത്ര ഓർഡർ മക്കളെ? ഇവിടത്തെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് 1, ഇവിടത്തെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് ഹാഫ്. 1 plus half is equal to 3/2, that is equal to 1.5. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഈ ഒരു എക്സ്പ്രഷൻ is similar to k dash x2 raised to x into y2 raised to y. ഇതല്ല റേറ്റ് ലോ, ഇത് റേറ്റ് ആണ്, ഇത് സ്പീഡ് ആണ്, ബിക്കോസ് ഇറ്റ് is equal to the speed of the rate of the slow step. പക്ഷെ അത് റേറ്റ് എക്സ്പ്രഷൻ അല്ല. നമ്മൾ ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, എല്ലാവരും കേൾക്കുക, ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റേറ്റ് എക്സ്പ്രഷനിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, റേറ്റ് എക്സ്പ്രഷനിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് തെറ്റാണ്. ആൻഡ് റേറ്റ് എക്സ്പ്രഷൻ ഷുഡ് നെവർ ഇൻക്ലൂഡ് ഇന്റർമീഡിയറ്റ്സ്. ഇറ്റ് ഷുഡ് നെവർ ഇൻക്ലൂഡ് ഇന്റർമീഡിയറ്റ്സ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, നോട്ട് ചെയ്യുക. ഓക്കെ, സോ ബേസിക്കലി ആൻസർ ഇസ് ഈക്വൽ ടു 1.5. ഓക്കെ ബേബി, നീ 2017 ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, a first order reaction has a specific reaction rate of 10 power minus 2 second raised to minus 1. How much time will it take for 20 grams of the reaction to reduce to 5 grams? മക്കളെ, ഇത് നമ്മൾ നേരത്തെ ചെയ്തൊരു ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. 20 to 10 to 5. ഓക്കെ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. T half ഇവിടെ വരും. സോ ബേസിക്കലി 2 T half ആണ് ആൻസർ. That is 2 into 0.693 divided by k. K എത്രയാണ്? സ്പെസിഫിക് റേറ്റ്. 2 into 0.693 divided by 10 power minus 2. Okay. അപ്പോൾ എത്രയായി മക്കളെ? 138 വരൂല്ലേ? 138.6 will be the answer. Got it? മനസ്സിലായോ മക്കളെ? വളരെ സിമ്പിൾ ആണ് മക്കളെ, വളരെ സിമ്പിൾ ആണ്. ദിസ് ഇസ് ദി ആൻസർ. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The addition of a catalyst during a chemical reaction alters which of the following quantities? Addition of a catalyst ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. തെർമോഡൈനാമിക് ക്വാണ്ടിറ്റീസ് ഒന്നും മാറ്റില്ല. തെർമോഡൈനാമിക് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ?
നമ്മൾ 11th പഠിച്ചിട്ടുണ്ട്. എൻട്രോപ്പി ഒരു തെർമോഡൈനാമിക് ക്വാണ്ടിറ്റി ആണ്. ഇന്റേണൽ എനർജി ഒരു തെർമോഡൈനാമിക് ക്വാണ്ടിറ്റി ആണ്. എൻതാൽപ്പി ഒരു തെർമോഡൈനാമിക് ക്വാണ്ടിറ്റി ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു അത് മക്കളെ ഗ്രാഫിൽ. അതായത് നമ്മളൊരു കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും മാറുന്നില്ല. നമ്മൾക്ക് മാറ്റാൻ പറ്റുന്നത് അതിന്റെ ത്രെഷോൾഡ് എനർജിയും ആക്ടിവേഷൻ എനർജിയുമാണ്. And you know that enthalpy of a reaction is equal to EP minus ER. EP യും മാറുന്നില്ല, ER ഉം മാറുന്നില്ല. പിന്നെ എങ്ങനെയാണ് എൻതാൽപ്പി മാറുന്നത്? എൻതാൽപ്പി will not change. What is going to change? Activation energy. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു സ്കൂളിലും വീട്ടിലേക്കും പോണ എക്സാമ്പിൾ വെച്ചിട്ട്. അല്ലേ മക്കളെ? Fine. Let's move on to the next question. നിങ്ങൾ നോക്കുക, ഈ തിയറി നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യായിരുന്നെങ്കിൽ, ഈ ഞാൻ പഠിപ്പിച്ച വീഡിയോസ് എല്ലാം പ്രോപ്പറായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ എല്ലാം ടക്ക് ചെയ്യാൻ പറ്റും മക്കളെ. ആ ഫോർമുലാസ് എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. കാണാത്തവർ ദയവായി കാണുക. ഓക്കെ, അടുത്തത്, when initial concentration of reactant is doubled in a reaction, its half-life period is not affected. The order of the reaction is. കേൾക്കുമ്പോൾ തന്നെ അറിയാം മക്കളെ, 4 മാർക്ക് ദേ കിട്ടി. 5 സെക്കൻഡ് 3 സെക്കൻഡ് പോലും വേണ്ട. ഹാഫ് ലൈഫ് ഇസ് നോട്ട് ചേഞ്ചിങ്. ഹാഫ് ലൈഫ് ഇസ് നോട്ട് ചേഞ്ചിങ് വിത്ത് കോൺസെൻട്രേഷൻ. ഇറ്റ് ഇസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. When initial concentration of reactant is doubled, its half life is not affected. Half life affect ആകുന്നില്ല. ഹാഫ് ലൈഫ് കോൺസ്റ്റന്റ് ഏത് ഓർഡർ റിയാക്ഷൻ ആണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ടക്ക് കിട്ടി 3 സെക്കൻഡ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. A reaction is 50% completed in 2 hours and 75% completed in 4 hours. The order of reaction is, a reaction is 50% completed in 2 hours and 75% completed in 4 hours. അതായത് 50% കംപ്ലീറ്റ് ആവാനായിട്ട് A0 ൽ നിന്ന് A0/2 പോവാനായിട്ട് 2 hours എടുത്തു. A0/2 ൽ നിന്ന് A0/4 എത്താൻ, അതായത് A0 ൽ നിന്ന് A0/4 എത്താനായിട്ട് 4 മണിക്കൂർ. സോ ബേസിക്കലി ഇവിടെ 2 മണിക്കൂർ, ഇത് മൊത്തം 4 മണിക്കൂർ, ഇവിടെയും 2 മണിക്കൂർ. ദാറ്റ് മീൻസ് ഹാഫ് ലൈഫ് ഇസ് എ കോൺസ്റ്റന്റ്. Half life is a constant only for first order reaction. Half life is a constant only for first order reaction. ദേ പിടിച്ചോ. That's an again bonus jackpot question എന്നൊക്കെ പറയില്ലേ? ടക്ക് ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ആ മറ്റേ ഇക്വേഷൻ യൂസ് ചെയ്യാം. 2 into T half or 2 into T 50% is T 75%. അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. For first order reaction. This is only for first order reaction. Okay. Okay മക്കളെ. Let's move on to the next question. What is the activation energy for a reaction if its rate doubles when the temperature is raised from 20 degrees Celsius to 35 degrees Celsius? മക്കളെ, ഇത് സെയിം ഇക്വേഷൻ, അഡ്ഹീനിയസ് ഇക്വേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ? വാട്ട് ഈസ് ദ ആക്ടിവേഷൻ എനർജി ഫോർ എ റിയാക്ഷൻ ഇഫ് ഇറ്റ്സ് റേറ്റ് ഡബിൾസ് when the temperature is raised from 20 degrees Celsius to 35 degrees Celsius. Log of K2/K1 is equal to EA by 2.303R into 1 by T1 minus 1 by T2. T1 and T2 നിങ്ങൾ ടെമ്പറേച്ചർ കൺവേർട്ട് ചെയ്യുക. That's it. Log of K2/K1 is equal to EA by 2.303R into 1 by T1 minus 1 by T2. K2/K1 എത്രയാ? നമുക്കറിയാം റേറ്റ് ഡബിൾ ആവുമെന്ന് പറയുന്നുണ്ട്. റേറ്റ് ഡബിൾ ആവുക, അതായത് ഇനീഷ്യൽ റേറ്റ് ഇസ് ഈക്വൽ ടു KA⁻x എന്ന് ഇടുക. ഫൈനൽ റേറ്റ് ഇസ് ഈക്വൽ ടു 2R1. ഫൈനൽ റേറ്റ് എത്രയാണ് മക്കളെ? 2R1. ഫൈനൽ റേറ്റ് എത്രയാണ് മക്കളെ? 2R1. ദാറ്റ് ഇസ് ഈക്വൽ ടു, ദിസ് ഇസ് K1, ദിസ് ഇസ് K2. കോൺസെൻട്രേഷൻ മാറുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 2 is equal to K2/K1. അണ്ടർസ്റ്റാൻഡ്, K2/K1 is equal to 2. റേറ്റ് കോൺസ്റ്റന്റ് ആണ് ഡബിൾ ആവുന്നത് അവിടെ. എന്തുകൊണ്ടാണ് റേറ്റ് ഡബിൾ ആവുന്നത്? ബിക്കോസ് റേറ്റ് കോൺസ്റ്റന്റ് ഡബിൾ ആവുന്നു ടെമ്പറേച്ചർ മാറ്റുമ്പോൾ. ഡു ദ ഇക്വേഷൻ മൈ ഡിയർ സ്റ്റുഡൻസ്. ഇ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 2.303. R വാല്യൂ 8.314 എന്ന് കൊടുത്തിട്ടുണ്ട്. T1 വാല്യൂ 1/293. എന്തുകൊണ്ട്? 20 ഡിഗ്രി സെൽഷ്യസ്. 273 പ്ലസ് 20 293. 35 ഡിഗ്രി സെൽഷ്യസ്. 273 പ്ലസ് 35 1/308. ഓക്കെ. ബാക്കി എന്താന്ന് വെച്ചാൽ കണക്ക് ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ദേവി ഇത് കണക്ക് പഠിപ്പിക്കാനൊന്നും പറയരുത്. ഓക്കെ.
ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For a reaction between A and B, the order with respect to A is 2 and the order with respect to B is 3. ശരി, ഇവിടെ തന്നെ നമുക്ക് എഴുതാം R is equal to K A raised to 2 into B raised to 3. Okay, the concentration of both A and B are double. The rate will increase by a factor of. ശരി, concentration of A double ആക്കി. അപ്പോൾ നമുക്ക് 2A the whole square എന്ന് കിട്ടും. കോൺസെൻട്രേഷൻ ഓഫ് ബിയും ഡബിൾ ആക്കി. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ബി ഡബിൾ ആക്കുമ്പോൾ 2B the whole cube എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇതാണ് ന്യൂ റേറ്റ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ എത്രയാ 4, 2 ക്യൂബ് എത്രയാ 8, 8 into 4 എത്രയാ 32, 32 K A square B cube. So 32 times the initial value. ഇവിടെ ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ടില്ല, സ്ക്വയർ ബ്രാക്കറ്റ് വേണമെങ്കിൽ ഇടാം. Okay, so 32 times the initial value. 32 is the answer. മനസ്സിലായോ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ. നമുക്ക് കാര്യം അറിയെങ്കിൽ പെട്ടെന്ന് ടക്കെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, in a zero order reaction for every 10 degree rise of temperature the rate is doubled. Every 10 degree temperature rise the rate is doubled. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുള്ളൂ K10 T plus 10 by KT is equal to mu. ഈ mu ആണ് ഇവിടെ 2 എന്ന് കൊടുത്തേക്കുന്നത്. ടിയിൽ നിന്ന് T plus 10 ആവുമ്പോൾ റേറ്റ് ഡബിൾ ആവുന്നു. റേറ്റ് ഡബിൾ ആവുന്നു വെച്ചാൽ റേറ്റ് കോൺസ്റ്റന്റ് ഡബിൾ ആവുന്നു. സോ ആ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ് 2 എന്നുള്ളത് കൊടുത്തേക്കുന്നത്. If the temperature is increased from 10 degrees Celsius to 100 degrees Celsius, the rate of the reaction will be. മക്കളെ, ഇത് ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട് മക്കളെ. R2 by R1 സെയിം ഫോർമുല. ലുക്ക് അറ്റ് ദാറ്റ്. R2 by R1 is equal to mu delta T by temperature, delta T by 10 അല്ലേ? ഇവിടെ ഡെൽറ്റ ടി എന്താണ്? mu into mu എത്രയാണ്? mu is equal to 2. mu is equal to 2 മക്കളെ. mu is equal to 2. so 2 into delta T എന്താണ്? 100 minus 10. 100 minus 10 divided by 10, that is equal to 2 raised to 9. Okay, 2 raised to 9. 2 raised to 9 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 raised to 9 എന്ന് പറയുമ്പോൾ 2 raised to 5 is 32. 32 into 16 വരുമല്ലേ? 30 അല്ല, 2 raised to 5 is 32. 32 into 64, 128, 32, 64, 128, 256, 100, 512. 512 will be the answer. 2 raised to 9 is 512. Alle? Fine. So 512 will be the answer, makla. Got it? ആ ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യം ഷടപടേ എന്ന് തീരും. മനസ്സിലായോ? Let's move on to the next question, my dear students. If in a reaction A plus B giving you product, rate is doubled when the concentration of B is doubled. Okay, and the rate increased by a factor of 8 when the concentration of both the reactants A and B are doubled. Rate law for the reaction is. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? നോക്കുക മക്കളെ. റേറ്റ് ഇസ് ഈക്വൽ ടു K A raised to X. K, ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നില്ല. K A raised to X into B raised to Y. ഈ X ഉം Y ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റേറ്റ് ഇസ് ഡബിൾ വെൻ കോൺസെൻട്രേഷൻ ഓഫ് B is double. ഓക്കെ, നമുക്ക് ഇത് 2R എന്നിടാം. 2R റേറ്റ് ഡബിൾ ആയി. എപ്പോ കോൺസെൻട്രേഷൻ ഓഫ് B is double. സോ കോൺസെൻട്രേഷൻ ഓഫ് A ഞാൻ ടച്ച് ചെയ്യുന്നില്ല. So this is 2 raised to Y into B raised to Y എന്ന് വരും. കോൺസെൻട്രേഷൻ ഓഫ് B ഡബിൾ ആക്കുമ്പോൾ 2 into B the whole raised to Y എന്ന് വരും. അപ്പോൾ 2 raised to Y into B raised to Y. So 2 ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുക. ഈ ഇക്വേഷൻ K ക്യാൻസൽ ആയി പോകും. A raised to X ക്യാൻസൽ ആയി പോകും. B raised to Y ക്യാൻസൽ ആയി പോകും. ഇത് കിട്ടും. ഇംപ്ലൈസ് Y is equal to 1. ഓൾറെഡി കിട്ടി. പിന്നെ നെക്സ്റ്റ്, rate is increased by a factor of 8. That means it becomes 8R. Epo. Concentration of both reactants A and B are doubled. അതായത്
എയും ഡബിൾ ആക്കി, എയും ഡബിൾ ആക്കി, എ ഡബിൾ ആക്കുമ്പോൾ 2 എ എന്ന് കിട്ടും. ബിയും ഡബിൾ ആക്കി 2 ബി എന്ന് കിട്ടും. ഓക്കെ, ഇത് രണ്ട് ഡിവൈഡ് ചെയ്യുക. 8r by r is 8. 8 is equal to k ക്യാൻസൽ ആയി പോകും. a ക്യാൻസൽ ആയി പോകും. 2x b ക്യാൻസൽ ആയി പോകും. ഇൻറ്റു 2y കിട്ടും. y നമുക്കറിയാം, ഇറ്റ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഇത് കിട്ടും 2x into 2, which means that ഈ 2 നമുക്ക് അങ്ങോട്ട് എടുക്കാം. 8 by 2 4 is equal to 2x. X is equal to 2. So basically x is equal to 2, y is equal to 1. X is equal to 2, y is equal to 1. Yangada D will be the answer. മനസ്സിലായോ? Fine. Let's move on to the next question. ഇത് സെയിം തന്നെയാണ് മക്കളെ. ഞാനിത് പഠിപ്പിച്ചിട്ടുണ്ട്, ഇനീഷ്യൽ റേറ്റ് മെത്തേഡ്. അപ്പോൾ ഇവനെ നമുക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ദയവ് ചെയ്ത് ഇത് ഹോംവർക്ക് ആയിട്ട് എടുക്കുക. എല്ലാവരും ട്രൈ ടു ഡു ദിസ് ക്വസ്റ്റ്യൻ ആസ് എ ഹോംവർക്ക്. AIPMT 2010 ഞാൻ എൻട്രൻസ് എഴുതിയ കാലത്തുള്ള സംഭവമാണ്. ഞാൻ JEE എഴുതുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് ഈ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്നത്. 2010 ഞാൻ JEE കൊടുത്തത്, JEE ബിറ്റ്സ് ഒക്കെ. എനിവേ, ഹോംവർക്ക് ആയിട്ട് ചെയ്യാം മക്കളെ. ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം മക്കളെ. ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഫോർ 2NO plus Cl2 giving you 2NOCl is given by the rate equation. Rate is equal to KNO2 the whole square Cl2. The value of the rate constant can be increased by the value of the rate constant. K നെ നമുക്ക് തൊട്ട് കളിക്കണമെങ്കിൽ ടെമ്പറേച്ചർ എടുക്കണം കയ്യിലായത് നമ്മുടെ ടെമ്പറേച്ചർ ആയിരിക്കണം. If you want to change the rate constant, obviously the answer to that question is increasing the temperature. വേറെ എന്ത് മാറ്റിയിട്ടും കാര്യമില്ല, because we know that rate constant is equal to A e raised to minus EA by RT. Okay മക്കളെ, fine. So increasing the temperature, the value of the rate constant can be increased by temperature കൂട്ടുമ്പോൾ rate constant മാറുന്നു. concentration മാറ്റിയിട്ടോ increasing the concentration of NO will not do anything. increasing the concentration of Cl2 will not do anything. doing all of these, no, ഇത് രണ്ടും നടക്കൂല. അത് ഇവനെ കിട്ടുള്ളൂ. ആയുധം നമ്മൾ കയ്യിൽ ടെമ്പറേച്ചർ വേണം, എന്നാലേ വല്ലതും നടക്കുള്ളൂ. Okay. Next is in the reaction BrO3 minus plus 5Br minus blah blah blah. ഇവിടെ giving you 3Br2 plus 3H2O. The rate of appearance of bromine is related to the rate of disappearance of bromide ions as. മക്കളെ, എന്നെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിക്കല്ല മക്കളെ. ഇത് വളരെ എളുപ്പമാണ് മക്കളെ. The answer to this question will be അതായത് നമുക്ക് ഏതിന്റെയൊക്കെയാണ് വേണ്ടത്? ബ്രോമിന്റെ വേണം, ബ്രോമൈഡിന്റെ വേണം, ദിവനേം വേണം. ദിവൻ റിയാക്ടന്റ് ആണ്. മൈനസ് DBr മൈനസ് ഡിവൈഡഡ് ബൈ 5dt. മറ്റവൻ പ്രോഡക്റ്റ് ആണ്. DBr2 divided by 3dt is equal to, ഇത് നമുക്കറിയാം ഈ റിലേഷൻഷിപ്പ് അല്ലേ. ഇനി നമ്മൾ അങ്ങോട്ട് നോക്കുക, ഓപ്ഷൻ സി നോക്കുക മക്കളെ. DBr2 by dt is equal to 3/5 DBr minus rate of disappearance. Rate of appearance of bromine is related to rate of disappearance അല്ലേ. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. സി അല്ല, DBr2 3നെ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താവും? we will get minus 3/5 DBr minus by dt is equal to DBr2 by dt. है ना? So obviously the answer to this question is
ഓപ്ഷൻ ഡി അല്ലേ വരിക. ഗോട്ട് ഇറ്റ്? പുരിയുതാ മക്കളെ? അപ്പൊ അതാണ് കഥ. Let's move on to the next question. അടുത്ത question. If 60% of first order reaction was completed in 60 minutes, 50% of the same reaction would be completed in approximately. ഇതൊരു ഹോംവർക്ക് ആയിട്ട് ഞാൻ തരാം, പക്ഷെ ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം മക്കളെ. Thus you know first ഇതിൽ നിന്ന് നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറ്റും. റേറ്റ് കോൺസ്റ്റന്റ് ഇക്വേഷൻ ഞാൻ തന്നിട്ടുണ്ട്. 2.303 by t log of 100 by 100 minus x. ഈ എക്സ് എന്നുള്ളത് പെർസെൻറ്റേജ് ആണ്. അപ്പൊ ആ 60 അവിടെ ഇടുക. ആ 60 അവിടെ ഇടുക മക്കളെ, നമുക്ക് കെ വാല്യൂ കിട്ടും. ആ കെ വാല്യൂ ഉപയോഗിച്ചിട്ട് 50% of the same reaction would be complete. കെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ 50% കംപ്ലീഷന്റെ നിങ്ങൾക്ക് അറിയാലോ എന്താ ചെയ്യേണ്ടത്. 50% completion will be, it's nothing but half life. അപ്പൊ കെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കുക. 2.303 by t. t 60 minutes ആണ്. ഓക്കെ, ഈ എക്സ് വാല്യൂ 60 ആണ്. കാണാത്തവർ കഴിഞ്ഞ വീഡിയോ നോക്കുക. ഓക്കെ, ഈ ഇക്വേഷൻ ഈ ഒരു ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. So just go through it. Next, rate of the reaction between two reactants A and B decreased by a factor of 4 if the concentration of reactant B is doubled. The order of this reaction with respect to the reactant B is. വളരെ സിമ്പിൾ ആണ് മക്കളെ. Rate of the reaction between two reactants A and B decreased by a factor of 4 if the concentration of reactant B is double. The order of this reaction with respect to reactant B. So rate is equal to K A raised to X into B raised to Y. Okay. It is decreased by a factor of 4. So ഈ rate ഞാൻ R by 4 എന്ന് ഇടുന്നു. എപ്പോ മക്കളെ? When concentration of B is double. So ഈ concentration of B ഞാൻ double ആക്കുമ്പോൾ. So this becomes double. So that is equal to K A raised to X 2 raised to Y into B raised to Y. ഇനി ഇത് രണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. R by 4 by R is equal to 1 by 4. 1 by 4 is equal to K cancel ആവുന്നു. A raised to X cancel ആവുന്നു. That is equal to 2 raised to Y. That means Y is equal to -2. Wow. Minus order. Remember, order can be positive, negative, zero, fraction. പുരിയുതാ? മനസ്സിലായോ മക്കളെ? ഓർഡർ വിത്ത് റെസ്പെക്ട്, ഓർഡർ ടോട്ടൽ ഓർഡർ അല്ല കേട്ടോ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ഓർഡർ അല്ല, ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ റിയാക്ടന്റ് ക്യാൻ ബി നെഗറ്റീവ്. സോ ബേസിക്കലി y is equal to -2. Next, for the reaction 2N2O5 giving you 4NO2 plus O2, rate and rate constants are 1.02 into 10 power minus 4 mole liter raised to -1 second raised to -1 and 3.4 into 10 power minus 5 respectively. Then concentration of N2O5 at that time will be. Super simple ആണ് മക്കളെ. കണ്ടാ തോന്നുന്നു ഏതാണ്ട് മലമറിക്കണ റോക്കറ്റ് സയൻസ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല അതിനകത്ത്. നോക്കുക, ഫോർ ദ റിയാക്ഷൻ റേറ്റ് ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ്. സോ റേറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നോക്കുക, മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. ഇവനിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, that this is a zero order reaction. What you have over here respectively, then concentration of N2O5 at that time. For the reaction 2N2O5 giving you 4NO2 plus O2, rate and rate constants are 1.02 into 10 power minus 4 and sorry മക്കളെ, റേറ്റിന്റെ ആണ് ഇത് തന്നക്കണത്. ഓക്കെ, റേറ്റിന്റെ ആണ് ഇവനെ തന്നക്കണത്. ഓക്കെ, ഇതാണ് റേറ്റ് കോൺസ്റ്റന്റ്. റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് സെക്കൻഡ് റേസ് ടു -1. ഇതിൽ നിന്ന് നമുക്ക് ഓർഡർ മനസ്സിലാക്കാം. എന്താണ് ഫസ്റ്റ് ഓർഡർ അല്ലെ? ഞാൻ നോക്കുമായിരുന്നു, ഈ യൂണിറ്റ് കണ്ടിട്ട് ഒരു വശപ്പശക ഉണ്ടല്ലോ. റേറ്റ് ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ്. അപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് ആണിത്. സോ യു നോ ദാറ്റ് റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻടു concentration of N2O5 raised to 1. കാര്യം എന്താ? This is the first order reaction. So what is concentration of N2O5?
What is concentration of N2O5 മക്കളെ? What is concentration of N2O5? Rate divided by rate constant. That is equal to 1.02 into 10 power minus 4 divided by 3.4 into 10 power minus 5. Okay, this can also be written as 10.2 into 10 power minus 5 divided by 3.4 into 10 power minus 5. Divide ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും മക്കളെ. 10 power 5 minus 5 cancel ചെയ്യാം മക്കളെ. This will be equal to 3. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇല്ല, ഞാനും സമയം പോലും അറിഞ്ഞില്ല മക്കളെ. ടക്ക് എന്നായിരുന്നു കാര്യങ്ങൾ. അപ്പൊ ഇതേപോലെ ആയിരിക്കണം നിങ്ങൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടത്. നിങ്ങൾ കണ്ടില്ലേ ഇന്ന് നിങ്ങൾ എൻ്റെ സെഷൻസ് മൊത്തം, ഈ വേദാന്തു ചാനലിലെ സെഷൻസ് മൊത്തം അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും എക്സെപ്റ്റ് ഫോർ ആ ഒരു കോംപ്ലക്സ് റിയാക്ഷൻ്റെ ക്വസ്റ്റ്യൻ, അത് ഞാൻ ഇപ്പം അത് മനഃപൂർവ്വം ഇട്ടതാണ്. അതും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന്. ഓക്കെ, അപ്പൊ ദയവ് ചെയ്ത് ഒബ്വിയസ്ലി ചാനലിലെ എല്ലാ വീഡിയോസും കാണുക, അറ്റ് ദ സെയിം ടൈം പ്രോബ്ലംസും പ്രാക്ടീസ് ചെയ്യുക. എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക മക്കളെ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ അഡ്രസ് ചെയ്യും മക്കളെ. ഓക്കെ, ആൻഡ് ഒബ്വിയസ്ലി സപ്പോർട്ടേഴ്സ്, വി എയിൻറ്റ് ഫ്രണ്ട്സ്, വി ആർ ഫാമിലി. അല്ലേ, എൻ്റെ ഡയലോഗ് അല്ല, ഒരു പടത്തിലെ ഡയലോഗാണ്. ഓക്കെ, സോ അറ്റ് ദ സെയിം ടൈം ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടെലിഗ്രാം ചാനലിൽ ഞങ്ങൾ കൂടുതൽ ക്വിസസ് ഒക്കെ ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു, കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്തായാലും വരും ടെലിഗ്രാം ചാനലിലൂടെ. ദയവ് ചെയ്ത് അതും ഫോളോ ചെയ്യുക. ബിക്കോസ് അതിൽ ബി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ചിലപ്പോൾ ഇന്നൊരു ടോപ്പിക് എടുത്തിട്ട് നാളെ പറയും ആ ടോപ്പിക്കിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പം തന്നെ പറഞ്ഞു വരും. അപ്പോൾ പ്ലീസ് ജോയിൻ ഇമീഡിയറ്റ്ലി. ഓക്കെ, വളരെ രസകരമായിട്ട് ആക്ടിവിറ്റീസ് ഉണ്ടാവും ടെലിഗ്രാം ചാനലിൽ. പിന്നെ മോർ ഓവർ അപ്ഡേറ്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. സോ ദാറ്റ്സ് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം, അടുത്ത ചാപ്റ്റർ ആയിട്ട്. ടിൽ ദെൻ, ലവ് യു ഗൈസ് a lot. Signing off. Bye bye.